അപ്പോൾ ഇന്നത്തെ വിഷയങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമുക്ക് അമേരിക്കയിൽ തുടങ്ങാം. കാരണം ട്രംപിൻ്റെ കോമഡി ഒരിക്കലും അവസാനിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. പ്രധാനമായിട്ട് റഷ്യ ഉക്രൈൻ്റെ മേളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി. അത് മിനിഞ്ഞാന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് 10 ദിവസത്തേക്ക് ഈ വിന്റർ സീസണുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബ്രേക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ട്രംപ് പുടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് പുടിൻ അപ്പോൾ ശരി ഞാനൊരു ബ്രേക്ക് തരാമെന്ന് പുടിൻ പറഞ്ഞതായിട്ടും അതിനെ തുടർന്ന് ഉക്രൈൻ ട്രംപിന്റെ പ്രഖ്യാപനം കഴിഞ്ഞിട്ടും വീണ്ടും റഷ്യക്കുള്ളിലേക്ക് ആക്രമണം നടത്തിയ ആ മാപ്പ് സഹിതം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഷ്യ ആണെങ്കിൽ അതിന് തിരിച്ചടി എന്നുള്ള നിലയിൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്രമണം നടത്തുന്നതിന് മുമ്പേ ട്രംപിനെ അറിയിച്ചിട്ടുണ്ട്, ഞാൻ ആക്രമിക്കും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്, ട്രംപിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഉക്രൈൻ ഇമാതിരിയുള്ള ആക്രമണങ്ങൾ ഇങ്ങോട്ട് നടത്തുന്ന സ്ഥിതിക്ക് അവരത് പാലിക്കുന്നില്ല. എന്നാലും ഞാൻ കുറച്ച് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, ഇനഫ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതായിട്ടാണ് വാർത്തകൾ. അപ്പോൾ ഇതിനെ തുടർന്ന് സെലൻസ്കി ഇന്നലെ കുയ്യോമിയോ എന്ന് പറഞ്ഞ് ഭയങ്കര നിലവിളി. നിങ്ങൾ കണ്ടോ റഷ്യയുടെ പുടിൻ, ഇതാണ് പുടിൻ പറഞ്ഞ വാക്ക് പാലിക്കില്ല, ട്രംപിൻ്റെ അടുത്ത് ഫേക്ക് പ്രോമിസ് കൊടുത്ത് ട്രംപിനെ വരെ പറഞ്ഞു പറ്റിക്കുന്ന പുടിൻ എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയാണ് സെലൻസ്കി പറഞ്ഞത്. പക്ഷേ ഞാൻ അമേരിക്കയുടെ സൈഡിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇതിനൊരു പ്രതികരണം അമേരിക്ക നടത്തണം എന്നുള്ള നിലയിൽ ട്രംപിന് നേരെ റിക്വസ്റ്റുമായിട്ട് സെലൻസ്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ട്രംപ് കൃത്യമായിട്ട് സെലൻസ്കിക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. ട്രംപിനടുത്ത് ചോദിക്കുകയാണ് മാധ്യമപ്രവർത്തകർ, ഇങ്ങനെ റഷ്യ ഉക്രൈൻ്റെ മേളിൽ ഇങ്ങനെ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് അത്ര ശരിയാണോ ഈ തണുപ്പ് കാലത്ത്? നിങ്ങളല്ലേ പറഞ്ഞത് ഒരു ബ്രേക്ക് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ട്രംപ് ഒരു മറുപടി കൊടുക്കുകയാണ്. ആ മറുപടി ജസ്റ്റ് സിമ്പിൾ മറുപടിയാണ്, യെസ് ഐ ഹാഡ് എ കോൺവെർസേഷൻ വിത്ത് പുടിൻ. ഇതുപോലെ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് സൺഡേ ടു സൺഡേ ഞാൻ ബ്രേക്ക് തരാം എന്നാണ് പറഞ്ഞിരുന്നത്. സൺഡേ ടു സൺഡേ കഴിഞ്ഞ് മൺഡേയും കഴിഞ്ഞ് ട്യൂസ്ഡേ ആണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. സോ ഹി ഓൾറെഡി ഫോളോഡ് വാട്ട് ഹി സെഡ്. എങ്ങനെയുണ്ട്? അതായത് പുടിൻ പറഞ്ഞതുപോലെ സൺഡേ ടു സൺഡേ ഒരാഴ്ച അവധി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച വേണമെങ്കിൽ പുള്ളിക്കാരൻ ആക്രമണം നടത്താമായിരുന്നു. തിങ്കളാഴ്ച ഒരു ദിവസം കൂടി അഡീഷണൽ കൊടുത്ത് ചൊവ്വാഴ്ചയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രംപ് പറഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ ട്രംപ് ഇപ്പോൾ ഏത് അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ട്രംപിനെ ഒരു കോമഡി കഥാപാത്രമായിട്ട് മാറ്റുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് പൊതുവിൽ റഷ്യയുടെ സൈഡിൽ നിന്നും ഉക്രൈൻ്റെ സൈഡിൽ നിന്നും രണ്ടുപേരും തമ്മിൽ യുദ്ധം നടത്തിക്കൊണ്ട് ട്രംപിനെ ഒരു കോമാളിയായിട്ട് കണക്കാക്കുന്നുണ്ടോ ഈ രണ്ട് രാജ്യങ്ങളും എന്നുള്ളൊരു തോന്നൽ മൊത്തത്തിൽ തന്നെ ഇപ്പം ഒരു സംസാര വിഷയമായിട്ട് മാറുന്നുണ്ട്. I know. It was Sunday to Sunday, and it opened up, and he hit him hard last night. No, he agreed. He kept his word on that. It's a lot. 1 week is, we'll take anything because it's really, really cold over there. But അതുപോലെ തന്നെ ലിബിയയിൽ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിബിയയിൽ പാകിസ്ഥാൻ ഇപ്പോൾ ഡിഫൻസ് കരാറൊക്കെ സൈൻ ചെയ്തിട്ടിരിക്കുകയാണല്ലോ. ഇതിനകത്ത് ഈസ്റ്റ് ലിബിയ വെസ്റ്റ് ലിബിയ എന്ന് പറഞ്ഞിട്ട് 2 ലിബിയയായിട്ടാണ് ഇപ്പം മൊത്തത്തിൽ അവിടെ സെഗ്രിഗേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ 3 ദിവസങ്ങൾക്ക് മുമ്പ് പഴയ ഗദ്ദാഫി ഉണ്ടല്ലോ, ലിബിയയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്ന ഈ ഗദ്ദാഫി കൊല്ലപ്പെട്ടത് എല്ലാവർക്കും അറിയാമല്ലോ. അയാൾ അമേരിക്കയ്ക്കെതിരെ നിലപാടെടുക്കുകയും സൗദി അറേബ്യയ്ക്ക് എതിരെ വരെ നിലപാടെടുത്തുകൊണ്ട്, അതായത് സൗദി അറേബ്യ അനാവശ്യമായിട്ട് അമേരിക്കയെ പിന്തുണയ്ക്കുന്നു എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ സൗദി രാജാവിനെതിരെ തന്നെ നിന്ന് സംസാരിച്ചിട്ട് ഗോൾഡ് ബേസ് ആയിട്ട് എടുത്തുകൊണ്ട് രാജ്യത്തിന് സ്വന്തം കറൻസി രൂപീകരിക്കാൻ പോവാണ്, ഇനി ഞാൻ ഡോളറെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപനം എടുത്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഗദ്ദാഫിയാണ് അമേരിക്ക അവിടെ ആണവായുധമുണ്ട് എന്നുള്ള പേരും പറഞ്ഞിട്ട് ഇറങ്ങി അടിച്ചത്. എന്നിട്ട് ആണവായുധം പോയിട്ട് അവിടെ നിന്ന് ഒരു മണ്ണാങ്കട്ടയും കിട്ടിയിട്ടില്ല. ഇതാണ് ലിബിയയിൽ സംഭവിച്ചിരുന്നത്. ആകെ കൂടി ഗദ്ദാഫി ചെയ്തത് എന്താണ്? ഡോളറിനെ ചാലഞ്ച് ചെയ്തു. അതാണ് സംഭവം. ഇനി വളരെ സിമ്പിൾ, അത് പഴയ സ്റ്റോറിയാണ്, അത് വിട്ടേക്കൂ. അപ്പം ഗദ്ദാഫിയുടെ മകൻ സെയ്ഫ് അൽ ഇസ്ലാം ഗദ്ദാഫി, പുള്ളിക്കാരൻ മിനിഞ്ഞാന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗദ്ദാഫിക്ക് ആകെയുള്ളൊരു മകനാണിത്. അപ്പോൾ ഈ വ്യക്തി അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ മിനിഞ്ഞാന്ന് പുള്ളിക്കാരൻ പറഞ്ഞു, വളരെ ശക്തമായി തന്നെ നമ്മൾ തിരിച്ചു വരണം, നമ്മുടെ രാജ്യത്തിൻ്റെ പഴയ പ്രൗഢി, എൻ്റെ ഫാദറിൻ്റെ ഡ്രീംസ് എന്താണോ അതിനനുസരിച്ച് ഈ രാജ്യത്തിനെ മുന്നോട്ട് നയിക്കണം എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പ്രസ്താവനകളൊക്കെ പുറപ്പെടുവിച്ചിട്ട് വലിയ രീതിയിലുള്ള പ്രസംഗമൊക്കെ നടത്തിയിട്ട് പോയിരുന്നൊരു സാഹചര്യമായിരുന്നു. അത് കഴിഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞിട്ട് ഫെബ്രുവരി 3-ാം തീയതി അയാളെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ലിബിയയിൽ ഗദ്ദാഫിയുടെ മകൻ സെയ്ഫ് അൽ ഇസ്ലാം ഗദ്ദാഫി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതാരാണ് നടത്തിയത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. ഇതെല്ലാം തന്നെ രഹസ്യമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു. ഒരു തരത്തിലുള്ള വിഷയങ്ങളും പുറത്തു വരുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ കൊലപാതകം നടക്കുന്നതിന്റെ 48 മണിക്കൂറിന് മുമ്പ് യുഎസിൽ നിന്നും യുഎസിന്റെ പൊളിറ്റിക്കൽ അഡ്വൈസർ ലിബിയയുമായിട്ട് ചർച്ച നടത്തിയിട്ട് 2-3 എഗ്രിമെന്റുകളിൽ ഒപ്പുവാങ്ങിച്ചിരിക്കുകയാണ്.
ഈ ഒപ്പ് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ നിലവിൽ ലിബിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആരാണോ ആ ടീമുകൾക്ക് തന്നെ യൂണിഫൈഡ് ലിബിയ, അതായത് ഇപ്പോൾ സിറിയയിൽ എങ്ങനെയാണോ ഒരു ഓർഗനൈസ്ഡ് സിറിയ കൊണ്ടുവന്നത്, അവിടുത്തെ SDFകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാതെ ഒരുമിച്ചുള്ള ഒരു സിറിയ കൊണ്ടുവരാൻ എങ്ങനെയാണോ അമേരിക്ക അതിൽ ഇടപെടാതെ മാറി നിന്നത്, അതുപോലെ തന്നെ ലിബിയയ്ക്കുള്ളിലും ഒരു യൂണിഫൈഡ് ലിബിയ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമേരിക്ക സഹായിക്കും എന്നുള്ള നിലയിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഗദ്ദാഫിയുടെ മകൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതായത് ഒരു സൈഡിനെ ന്യൂട്രലൈസ് ചെയ്യാണ്. എങ്ങനെയാണോ സിറിയയിൽ SDFനെ ന്യൂട്രലൈസ് ചെയ്തത്, അവർക്ക് പിന്തുണ കൊടുക്കാതെ അവരെ പറ്റിച്ച് എങ്ങനെയാണ് സിറിയ യൂണിഫൈ ചെയ്തത്, അതേപോലെ തന്നെ ഇപ്പം ലിബിയയിലേക്കുള്ള ഒരു ഫോർമുല അപ്ലൈ ചെയ്യാണ് അമേരിക്ക. ഇതിന്റെ പിറകിൽ അമേരിക്കയുടെ കളികളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഒരു 90% ആൾക്കാരും പ്രെഡിക്റ്റ് ചെയ്യുന്നത്. കാരണം ഒന്നുമില്ല, ഇയാൾ താമസിക്കുന്നത് ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. ആ സെക്യൂരിറ്റി ഏരിയ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് ബ്രീച്ച് ചെയ്ത് ആക്രമണം നടത്തണം എന്നുണ്ടെങ്കിൽ, പ്രിസൈസ് ആയിട്ട് ആക്രമണം നടത്തണം എന്നുണ്ടെങ്കിൽ അത് അമേരിക്കയ്ക്കേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അമേരിക്കൻ ഏജന്റുമാർക്കേ അത് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പൊതുവിലെ വിലയിരുത്തൽ. അവിടുത്തെ CCTV ക്യാമറ, അതേപോലെ തന്നെ ക്യാമറയിലുള്ള മെമ്മറി കാർഡ് വരെ ഇവർ ഊരി ഡിസ്ട്രോയ് ചെയ്തിട്ടാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇനി ഒരു സൈഡിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ വരുന്ന സമയത്ത് തന്നെ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറഞ്ഞ ആ ഇറാൻ ഒമാൻ, ഗൾഫ് ഓഫ് ഒമാൻ, ആ ഏരിയയിൽ ഒരു അൺസർട്ടനിറ്റി. സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൽ ഒരു അൺസർട്ടനിറ്റി. അപ്പോൾ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ ഇന്നലെ മുതൽ ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറഞ്ഞ ഈ ഒരു ട്രാൻസ്പോർട്ട് കോറിഡോർ ഞങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്ത രീതിയിലുള്ള പ്രശ്നമുണ്ടാകും ആഗോളതരത്തിലുള്ള വ്യാപാരത്തിന്, ആഗോളതരത്തിലുള്ള എണ്ണ വ്യാപാരത്തിനുള്ള റൂട്ടാണത്. അത് ഞങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ ക്രൈസിസ് ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞു വെച്ചത്. അതിനെ തുടർന്ന് ഇറാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇറാൻ അമേരിക്കയുടെ അബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞ ആ ഒരു വാർഷിപ്പിന്റെ പരിധിയിലുള്ള ഡിസ്ട്രോയർ ഒരെണ്ണം ഒമാന്റെ തീരത്തേക്ക് വന്നതായിട്ടും, അവിടെ നിന്ന് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസും കഴിഞ്ഞ് ഇറാന്റെ മേഖലകളെ നിരീക്ഷണം നടത്തിയതായിട്ടുള്ള ഇൻഫർമേഷൻ ഇറാന് കിട്ടുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ കൊടുത്തത് ചൈനയാണ്. ചൈനയുടെ സ്പൈ ഷിപ്പ് അതിലെ കടന്നു പോകുന്നുണ്ട്. അമേരിക്കയുടെ നിരീക്ഷണത്തിലാണ് ഇപ്പം ചൈനയുടെ സ്പൈ ഷിപ്പ്. ആ വാർത്തയും കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. ചൈനയാണ് ഇറാന് ഈ വാർഷിപ്പുകളെ കുറിച്ചുള്ള, എവിടെയൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇറാന് പാസ് ചെയ്ത് കൊടുക്കുന്നത് എന്നാണ് അമേരിക്കയുടെ ക്ലെയിം. അതിനൊരു ചെറിയൊരു ഫുട്ടേജും അവർ എടുത്ത് വെളിയിൽ വിട്ടിട്ടുണ്ട്. ചൈനയുടെ സ്പൈ ഷിപ്പ് കടന്നു പോകുന്ന ഒരു വീഡിയോയും കൂടി അതിനകത്തുണ്ട്. ഈ ഇൻഫർമേഷൻ ചൈനയുടെ പക്കൽ നിന്ന് കിട്ടിയ ഉടനെ തന്നെ ഇറാൻ ഒരു ഷാഹിദ് കാറ്റഗറിയിൽപ്പെട്ട ഡ്രോൺ അയച്ച്, അതും ചൈനീസ് മെയ്ഡ് ഡ്രോൺ ആണ്, ആ ഡ്രോൺ അയച്ച് നിരീക്ഷണം നടത്തിയതാണ്. നിരീക്ഷണം നടത്തി ഈ ഡ്രോൺ അബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞ ആ വാർഷിപ്പിന്റെ അടുത്ത് തന്നെ എത്തിയതായിട്ടാണ് വാർത്ത. ആ സമയത്ത് അമേരിക്ക ഡ്രോണിനെ അടിച്ചിട്ട്, ഇതാണ് സംഭവിച്ചത്. അവർ ഈ ഡ്രോണിനെ അടിച്ച് നിർവീര്യമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇത് ശരിക്കും ഇറാനും അംഗീകരിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഒരു ഡ്രോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതായത് ഇറാൻ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മേഖലയിൽ നിരീക്ഷണം നടത്താനുള്ള അനുവാദമുണ്ട്, ഇവിടെ അമേരിക്കയാണ് ഇല്ലീഗൽ, ഞങ്ങളല്ല ഇല്ലീഗൽ, അതുകൊണ്ട് അവർ ഞങ്ങളുടെ ഡ്രോണിനെ അറ്റാക്ക് ചെയ്തത് അനധികൃതമായിട്ടുള്ള ഒരു ആക്രമണമാണ്, ഇല്ലീഗലാണ് എന്നുള്ള രീതിയിലാണ് ഇറാൻ പറയുന്നത്. ഞങ്ങളുടേത് സ്വാഭാവികമായിട്ടുള്ള നിരീക്ഷണമാണ്, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വാർഷിപ്പ് വന്ന് പെട്ടത് ഞങ്ങൾക്കറിയില്ല. അപ്പൊ അതേ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടി ഒരു ഷിപ്പ് മൊത്തത്തിൽ ആയുധങ്ങൾ കയറ്റിക്കൊണ്ട് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിലൂടെ കടന്നു വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഷിപ്പിൽ 4 പേര് ഇറാന്റെ സൈഡിൽ നിന്നും ഇതിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ബോട്ടിൽ വന്നതായിട്ടുള്ള വാർത്തയുണ്ട്. അതിനെ തുടർന്ന് അമേരിക്കൻ ഡിസ്ട്രോയർ ഇടപെട്ട് ഈ കപ്പലിനെ രക്ഷപ്പെടുത്തി അതിന് വേണ്ടിയിട്ടുള്ള റൂട്ട് സെക്യൂരിറ്റി ക്ലിയറൻസ് കൊടുത്തതായിട്ടുള്ള വാർത്തയുണ്ട്. ഈ ഷിപ്പ് ആർക്ക് വേണ്ടിയിട്ട് ആയുധം കൊണ്ടുവന്നതാണ്? ഇത് അമേരിക്കയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണോ, അല്ലെങ്കിൽ ഇത് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നതാണോ, ഇത് ഈ ആയുധങ്ങൾ ആർക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരവും പുറത്തുവിട്ടിട്ടില്ല. അമേരിക്ക ഈ ഷിപ്പിന് സെക്യൂരിറ്റി ക്ലിയറൻസ് കൊടുത്ത് വിട്ടിട്ടുണ്ട്, സെക്യൂർ ആയിട്ട് തന്നെ കടത്തി വിട്ടിട്ടുണ്ട്. അമേരിക്കയുടെ ഫ്ലാഗ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇറാന്റെ സൈഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റ് ഹൗസിന്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള കരോലിന ലെവിറ്റ് അവരുടെ അടുത്ത് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ 2-3 ചോദ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട എണ്ണയെക്കുറിച്ച് അമേരിക്കയിൽ നിന്ന പരാമർശം, അതേപോലെ തന്നെ ഇന്ത്യ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്നുള്ള നിലയിലുള്ള ഒരു പരാമർശം. അപ്പം ഈ 2 ചോദ്യങ്ങൾക്കും അവർ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. അപ്പം അത് ഇന്ത്യ വാങ്ങുമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ അവർ പറയുന്നത്, ട്രംപ് പറയുന്നതാണ് അവർ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ചോദ്യം ഉന്നയിക്കുന്ന ആൾ ഈ സെയിം ചോദ്യത്തിന് ഇന്ത്യയുടെ സൈഡിൽ നിന്നും ഒരു മറുപടിയും വന്നിട്ടില്ല. ഇന്ത്യ ഇതിനെ യെസ് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ഉറപ്പിക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി, കൗണ്ടർ ചോദ്യം പോകുന്നുണ്ട്. അതിനെ ഒരു ഉരുണ്ട് കളിക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ വിഷയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു ഡിപ്ലോമാറ്റിക് ചാലഞ്ചിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ ഡിപ്ലോമസി എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിപ്ലോമാറ്റിക് ഹാൻഡ് ഷേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരു കൈ കൊടുക്കുന്നത് മറ്റൊരു കൈ അറിയാൻ പാടില്ല എന്നുള്ള നിലയിൽ വളരെ സീക്രട്ട് ആയിട്ടാണ് ഓരോ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ടുപോകേണ്ടത്. അതാണ് ഡിപ്ലോമസി. അപ്പോൾ ഇവിടെ അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിപ്ലോമാറ്റിക് ഡിസ്കഷനാണ്. നമ്മൾ ചിലപ്പോൾ അമേരിക്ക എടുത്ത് വി വിൽ ട്രൈ, അല്ലെങ്കിൽ ഞങ്ങളെ നോക്കാം, വി വിൽ ട്രൈ ടു റെഡ്യൂസ്, ഇങ്ങനെയൊക്കെ പറയുമായിരിക്കും. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ അതേപോലെ തന്നെ റഷ്യയുമായിട്ട് ഡീൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല.
ഇതാണ് ഡിപ്ലോമസി. കാരണം ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും അമേരിക്കയുടെ സ്വഭാവം മാറാം, ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും റഷ്യയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു ബാലൻസ്ഡ് മെത്തേഡാണ് എല്ലാ കാലത്തും നമ്മൾ ഡിപ്ലോമസിയിൽ കീപ്പ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാരണം കൊണ്ട് ഒരിക്കലും ഡിപ്ലോമസി ഡിപ്ലോമാറ്റിക് രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമായിട്ട് ഇപ്പം മാറിയിരിക്കുകയാണ്. എല്ലാത്തിലും വന്ന് ഇടപെടുകയാണ്. എല്ലാത്തിലും വന്ന് ഇടപെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും രാജ്യങ്ങൾ തമ്മിൽ ഇത് ഒരു ഈഗോ ക്ലാഷ് ആയിട്ട് മാറാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഈ വിഷയത്തിൽ ഇപ്പം പ്രതികരിക്കുന്നില്ല. ഇന്ത്യയുടെ നെഗോസിയേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എഗ്രിമെന്റിൽ മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇന്ത്യയെ പോലത്തെ ഒരു ഡെമോക്രാറ്റിക് രാജ്യത്തിന് ഒരു എഗ്രിമെന്റ് ഒന്നും അങ്ങനെ പൂഴ്ത്തി വെക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും നമ്മളുടെ രാജ്യസഭയിലും ലോക്സഭയിലും ഇത് പാസ്സാവേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പബ്ലിക് ഓർഡിനൻസിന് വെക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൂടുതൽ കിടന്ന് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ എഗ്രിമെന്റ് തീരുന്നത് വരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് തന്നെ പെരുമാറുക എന്നുള്ളതാണ്. ഇന്ത്യൻ മീഡിയകൾ തന്നെ അതിലെ ഒരു കൃത്യത പാലിക്കുന്നില്ല എന്നുള്ളതാണ് പരിതാപകരം. അതുപോലെ ട്രംപിന്റെ അടുത്ത് അടുത്തൊരു ചോദ്യം ചോദിക്കപ്പെടുന്നുണ്ട് എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ച്. സാർ, എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ചർച്ചകളാണല്ലോ. നിങ്ങളും നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ സഹോദരങ്ങളും അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സകലമായ ആൾക്കാരും ഇതിനകത്തുണ്ടല്ലോ സാർ. അപ്പോൾ ഇത് എന്താണ് സംഭവം, ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ട്രംപ് അതിനെ സിംപ്ലി ഇഗ്നോർ ചെയ്യാണ്. ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ബിസിയാണ്, എൻ്റെ നിത്യേനയുള്ള ജോലികളിലും ജോലി തിരക്കുകളിലും ഞാൻ വളരെ ബിസിയാണ്. അപ്പോൾ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്താനോ ചിന്തിക്കാനോ യാതൊരു താല്പര്യമില്ല. അതായത് ഈ പീഡോഫൈലിക് എന്ന് പറയുന്നതൊക്കെ പുള്ളിക്കാരൻ ഒരു വിഷയമേ അല്ല എന്നുള്ള രീതിയിൽ അതിനെ ഇഗ്നോർ ചെയ്യുന്നത് പോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി കോടതി എന്തെങ്കിലും ആക്ഷൻസ് എടുക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇല്ലെങ്കിൽ ഈ ബാധിക്കപ്പെട്ട ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകൾ ഇപ്പം രംഗത്ത് ഇറങ്ങി വന്നിട്ട് എന്തെങ്കിലും കേസൊക്കെ ഫയൽ ചെയ്ത് അതിലെന്തെങ്കിലും അവർക്ക് നടപടിക്രമങ്ങൾ എടുക്കണമെന്ന് തോന്നിയാൽ മാത്രമേ ഈ കേസ് ശക്തിപ്പെടുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലുപരിയായിട്ട് ഇനി ട്രംപിന് റിമൈനിങ്ങിലുള്ള ഈ ഒരു 3 വർഷ കാലയളവിൽ ഒരു രീതിയിലുള്ള നീക്കങ്ങളും ഈ എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇതാണ് ഇപ്പോൾ നിലവിൽ ട്രംപിന്റെ റെസ്പോൺസ് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നിരവധി വീഡിയോകൾ, 10,000 വീഡിയോസ് ഉണ്ട്. അതായത് ക്യൂബയിലെ ഫിഡറൽ കാസ്ട്രോയൊക്കെ ഈ എപ്സ്റ്റീൻ ഫയലിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. UK കിങ് ചാൾസിന്റെ അനിയനുമായിട്ട് ബന്ധപ്പെട്ട കേസ്, അവരെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ചില ആൾക്കാർ അഭിമാനത്തിന് പ്രശ്നമായിട്ട് കരുതിക്കൊണ്ട് ചില നടപടിക്രമങ്ങൾ എടുക്കുന്നുണ്ട്. സ്ലോവാക്യയിൽ ചില മിനിസ്റ്റേഴ്സ് ഒക്കെ രാജിവെച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഈ ഒരു കാലയളവിൽ വലിയ തോതിലുള്ള നടപടികളൊന്നും അമേരിക്കയുടെ സൈഡിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട ഈ എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ. അതിന് പകരം പുതിയ പുതിയ ഹോട്ട് ടോപ്പിക്കുകൾ ട്രംപ് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. എപ്സ്റ്റീൻ ഫയൽ അവിടെ സൈഡിൽ കിടക്കും. അത്രമാത്രമേ നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതുപോലെ സൊമാലിലാൻഡിൽ നിന്നും ഇസ്രായേലിലേക്ക് ഉള്ള ഒരു ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അഗ്രസീവായിട്ട് തന്നെ സൊമാലിലാൻഡിൽ ഇടപെടണം, ഇസ്രായേലിന് മിലിറ്ററി സെറ്റപ്പ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഇസ്രായേലിൻ്റെ ഫോറിൻ മിനിസ്റ്റർ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗിഡിയോൺ. അപ്പം ഗിഡിയോന്റെ വിസിറ്റ് നടന്ന സമയത്ത് അവിടെ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ്സ് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് സൊമാലിലാൻഡ് പ്രാഥമികമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇസ്രായേലിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും കൂടി വരുന്നുണ്ട്. ഇസ്രായേലിനെ വളരെ എഫക്റ്റീവായിട്ട് അവിടെ ഇടപെടാൻ വേണ്ടിയിട്ട് സൊമാലിലാൻഡ് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇറാൻ അമേരിക്ക ചർച്ചയ്ക്ക് വളരെ നിർണായകമായിട്ടുള്ള ചില പോയിന്റുകൾ ഇസ്രായേലിന്റെ സൈഡിൽ നിന്നും മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ പോയിന്റുകൾ എന്താണെന്ന് പറഞ്ഞാൽ നോ ന്യൂക്ലിയർ പ്രോഗ്രാം, നോ ബാലിസ്റ്റിക് മിസൈൽസ്, നോ സപ്പോർട്ട് ഫോർ റെസിസ്റ്റൻസ് ഫോഴ്സ്. അതായത് ഈ പ്രോക്സികളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഈ 3 കാര്യങ്ങളിലും വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. ഇപ്പൊ ഇസ്രായേൽ പറഞ്ഞ ഈ ഒരു 3 കാര്യമാണ്. ഈ 3 കാര്യത്തിന്റെ ബേസിസിലാണ് ഇപ്പൊ ചർച്ച നടക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ സ്റ്റീവ് വിറ്റ്കോഫിനോടൊപ്പം ജെറാദ് കുഷ്ണറും പങ്കെടുക്കും. ഇപ്പൊ ജെറാദ് കുഷ്ണർ ഇല്ലാത്ത ഒരു മീറ്റിംഗ് ഇല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ ജെറാദ് കുഷ്ണർക്ക് ഒഫീഷ്യലി ഒരു റോളും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ട്രംപിന്റെ ചെവിയിൽ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ജെറാദ് കുഷ്ണറിന്റെ പണി, അല്ലാതെ വേറെ ഒന്നുമില്ല. സ്റ്റീവ് വിറ്റ്കോഫിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. എന്നാൽ പിന്നെ ജെറാദ് കുഷ്ണറെ തന്നെ ഈ പൊസിഷൻ അങ്ങ് ഏൽപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. ഈ സ്റ്റീവ് വിറ്റ്കോഫിന്റെ യാത്ര ഒഴിവാക്കായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന 3 നിർദ്ദേശങ്ങൾ ഇതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചർച്ച. അപ്പോൾ തീർച്ചയായിട്ടും ചർച്ച പരാജയപ്പെടും. ഈ 3 കണ്ടീഷനും ഇറാൻ വഴങ്ങില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിലിപ്പോൾ റെസിസ്റ്റന്റ് ഫോഴ്സ്, പ്രോക്സികളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല, ഞങ്ങൾക്കും പ്രോക്സികൾക്കും യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ഇറാൻ വേണമെങ്കിൽ ഈ ഒരു കള്ളം എപ്പോൾ വേണമെങ്കിലും വിളിച്ചു പറയാൻ തയ്യാറായിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അവർ ഹൂത്തികളുടെ മുന്നിലും ഇതേ നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. ഹൂത്തികൾക്കും ഞങ്ങൾക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല, അവരവരുടെ കാര്യം നോക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം എന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. അതേപോലെ ഗാസയുമായിട്ടും ഇവർ ഇതേ തരത്തിലുള്ള നിലപാടാണ് ഇവർക്കുള്ളത്. അതുപോലെ ലബനാനുമായിട്ടും ഇവർ ഇതേ സ്റ്റേറ്റ്മെന്റ് പറയും. പക്ഷേ അതേസമയം ആയുധം കൊടുക്കുമോ എന്ന് വെച്ചാൽ കൊടുക്കും, പൈസ കൊടുക്കുമോ എന്ന് വെച്ചാൽ പൈസ കൊടുക്കും. ഇവർ തമ്മിൽ മീറ്റിംഗ് നടക്കുമോ എന്ന് വെച്ചാൽ, കൂടിക്കാഴ്ച നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടിക്കാഴ്ചയൊക്കെ നടക്കും. ഇവരുടെ നേതാവ് അവിടെ പോവും, അവരെ കാണും, ഇറാനിലെത്തും, മീറ്റിംഗ് നടക്കും. അതിനെക്കുറിച്ചുള്ള പത്രപ്രസ്താവനകളൊക്കെ, കുറിപ്പുകളൊക്കെ, അതിനെക്കുറിച്ചുള്ള പത്രപ്രസ്താവനകളും ജോയിന്റ് സ്റ്റേറ്റ്മെന്റുകളും എല്ലാം ഇവർ പുറത്തിറക്കും. പക്ഷേ പ്രത്യക്ഷത്തിൽ ചർച്ചയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾക്കും അവർക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് ഇവർ കള്ളവും പറയും. അത് ഇറാൻ വളരെ വ്യക്തമായിട്ട് പലതവണ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ന്യൂക്ലിയർ പ്രോഗ്രാം, ബാലിസ്റ്റിക് മിസൈൽ,
ഇത് രണ്ടും വളരെ നിർണായകമാണ്. ന്യൂക്ലിയർ പ്രോഗ്രാം വേണമെങ്കിൽ അവർ ഡിലേ ചെയ്യാമെന്ന് പറഞ്ഞാലും ബാലിസ്റ്റിക് മിസൈൽ വിഷയത്തിൽ അവർ കോംപ്രമൈസ് ചെയ്യില്ല. ഇത് 100% ഉറപ്പുള്ള കാര്യമാണ്. അവർ ഇസ്രായേലിനെ പോയിന്റ് ഔട്ട് ചെയ്യും. ഇസ്രായേലിലുണ്ടല്ലോ, ഇസ്രായേലിൽ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട്, ഞങ്ങളുടെ ഓപ്പോണന്റ് ആണ് അവർ, അപ്പം ഞങ്ങളുടെ സേഫ്റ്റി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയില്ലേ എന്നുള്ള നെഗോസിയേഷൻ പോയിന്റ്സ് ഒക്കെ അവരും എടുത്തു വെക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ചർച്ച അലമ്പാവും, അത് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ട്രംപിന് ഇതൊരു അപമാനമായിട്ട് മാറിത്തീരും. കാരണം ഈ ചർച്ച നടത്തിയെച്ചാൽ ഇത്രയും ഫൈറ്റർ ജെറ്റുകളുള്ള എയർക്രാഫ്റ്റ് കരിയറൊക്കെ കൊണ്ട് ഇറാന്റെ മുന്നിൽ കൊണ്ടിട്ടുകൊണ്ട് നെഗോസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് വല്ലാത്തൊരു ഭീരുത്വമായിട്ട് ചിത്രീകരിക്കപ്പെടും. ഓൾറെഡി തന്നെ ചിത്രീകരിക്കപ്പെട്ട് തുടങ്ങി തന്നെ. അങ്ങനെയാണ് സംസാര വിഷയം. ഇറാന്റെ മുന്നിൽ കൊണ്ട് എയർക്രാഫ്റ്റ് കരിയറൊക്കെ നിർത്തിവെച്ചിട്ട്, അതും 1-2 അല്ല 3-4 കൊണ്ട് നിർത്തിവെച്ചിട്ട് മിഡിൽ ഈസ്റ്റിൽ ചുറ്റാകെ ഫൈറ്റർ ജെറ്റുകളും ആയുധങ്ങളും എല്ലാം ഇറക്കുമതി ചെയ്ത് വെച്ചിട്ട് ഇറാന്റെ അടുത്ത് നെഗോസിയേഷൻ. ഇത് ശരിക്കും ഒരു കോമഡി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും നിലവിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഇങ്ങനെ വരേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും കുറേ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഈവൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.